നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസം 29-ന് കാണാതായ നെയ്യാർഡാം സ്വദേശിയായ മധ്യവയസ്കയെ തിരുനെൽവേലിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഈ മാസം 11-നാണ് ഈ 61-കാരിയെ കാണാനില്ല എന്ന് കാട്ടി ബന്ധുക്കൾ നെയ്യാർഡാം പോലീസിൽ പരാതി നൽകിയത്. സ്ഥിരമായി പള്ളിയിൽ പോകുന്നയാളായിരുന്നു കൊല്ലപ്പെട്ട സ്ത്രീ. ദിവസങ്ങൾക്ക് ശേഷമാണ് മടങ്ങി വരാറുള്ളത്. ഇതുകൊണ്ട് തന്നെ കുടുംബം ആദ്യമൊന്നും സംശയിച്ചിരുന്നില്ല. എന്നിട്ടും 3 ആഴ്ചയായും ഈ സ്ത്രീയെ കാണാതായതോടെയാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇവർ വർക്കലയിൽ പോയതായി വിവരം ലഭിച്ചു. എന്നാൽ പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല. 29-ന് രാത്രി 11 മണിക്ക് ശേഷം കൊലപാതകം നടന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മധ്യവയസ്ക പീഡനത്തിനിരയായി എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ തിരുനെൽവേലി സ്വദേശി ബിപിൻ രാജ് കഴിഞ്ഞ ദിവസമാണ് പിടിയിലായത്. തിരുനെൽവേലിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ഇന്നലെയാണ് ഈ സമീപവാസികൾ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പരിശോധനയിൽ നെയ്യാർഡാം സ്വദേശിനിയുടെ മൃതദേഹമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. തുടർന്നാണ് കേരള പോലീസിന് വിവരം കൈമാറിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് വൈകിട്ടോടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കും. കഴിഞ്ഞ മാസം 29-ന് രാത്രി 11 മണിയോടെ റോഡ് നിൽക്കുകയായിരുന്ന സ്ത്രീയെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ പ്രതി ബിപിൻ രാജ് ബൈക്കിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ആളൊഴിഞ്ഞ പറമ്പിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ഇതിനിടെ നിലവിളിച്ച സ്ത്രീയെ കഴുത്തുഞ്ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഇതിനിടെ മറ്റു ചില സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് എഴുതി വക്കം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് കോൺഗ്രസ് അംഗവും ക്ഷേമകാര്യ സമിതി ചെയർമാനുമായ നിലയ്ക്കാമുക്ക് മാംഗ്ലാവിളയ്ക്ക് സമീപം നെടിയവിള വീട്ടിൽ വി അരുൺ, അമ്മ വത്സല എന്നിവരെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 2-ാം നിലയിലെ ഷെഡിനുള്ളിലാണ് കഴിഞ്ഞ ദിവസം രാവിലെയോടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ലെറ്റർ പാഡിൽ അരുൺ എഴുതിയ കുറിപ്പ് രാത്രി 2:30-ന് മറ്റു പഞ്ചായത്ത് അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും വാട്സാപ്പ് വഴി അയച്ചിരുന്നു. വായിച്ചു വൃത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലാണ്. തുടർന്ന് നടത്തിയ തിരച്ചിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അരുണിന്റെ ഭാര്യ റീമയും മകൻ UP സ്കൂൾ വിദ്യാർത്ഥി തേജസും റീമയുടെ പക്കത്തുള്ള വീട്ടിലായിരുന്നു. തനിക്കെതിരെ പോലീസിൽ കള്ളക്കേസ് കൊടുത്തവരുടെ പേരടക്കം എടുത്തു പറഞ്ഞ് ഇവരാണ് തന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. കുറിപ്പിൽ പേര് പറഞ്ഞിരിക്കുന്നവർ BJP പ്രവർത്തകരാണ്. ജാതി അധിക്ഷേപം നടത്തിയെന്ന് ആരോപിച്ച് അരുണിനെതിരെ ഇവരിൽ 4 പേർ 1 വർഷം മുൻപും പിന്നീട് മറ്റൊരാൾ മോഷണക്കുറ്റം ആരോപിച്ചും കടയ്ക്കാവൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. 2 കേസുകളും അരുണിനെ മാനസികമായി തളർത്തിയിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത്. പാസ്പോർട്ട് പുതുക്കുന്നതിനും ജോലിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനും കേസ് തടസ്സമായത് തന്നെ മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായും കുറിപ്പിൽ പറയുന്നു. അരുണിന്റെയും അമ്മ വത്സലയുടെയും മരണത്തിന് ഉത്തരവാദികളായ BJP RSS പ്രവർത്തകരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് DCC പ്രസിഡന്റ് പാലോടി രവി ആവശ്യപ്പെട്ടു. പോലീസും RSSും ഗൂഢാലോചന നടത്തി അരുണിന്റെ പേരിൽ കള്ളക്കേസ് എടുക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു. ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്ന കടയ്ക്കാവൂർ പോലീസിനെതിരെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും പാലോടി രവി സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. ഇരുവരുടെയും വേർപാട് നാടിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് മുൻനിരയിൽ ഉണ്ടായിരുന്ന ആളാണ് അരുൺ. 9-ാം വാർഡിലെ സ്ഥാനാർത്ഥി കോൺഗ്രസ് നാമനിർദ്ദേശം ചെയ്തതിനു പിന്നിൽ പ്രവർത്തന മികവായിരുന്നു ഘടകം. സഹായം തേടിയെത്തുന്നവർക്കെല്ലാം ആശ്വാസം പകരുവാൻ ശ്രമിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ അരുണിനെതിരെ നിരന്തര വ്യാജ ആരോപണങ്ങൾ ഉയർന്നിരുന്നതായാണ് സുഹൃത്തുക്കൾ പറയുന്നത്. അരുൺ ജാതി അധിക്ഷേപം നടത്തിയെന്നാരോപിച്ച് പരാതിയും പോലീസിന് മുന്നിലെത്തി. എതിരാളികളിൽ ചിലർ മോഷണക്കുറ്റം ആരോപിച്ചു. പിന്നീട് പരാതി നൽകി. തന്റെ നിരപരാധിത്വം പലവട്ടം തുറന്നു പറഞ്ഞുവെങ്കിലും ആരോപണങ്ങളും കേസ് അന്വേഷണവും അരുണിനെ മാനസികമായി തളർത്തിയതായി അടുപ്പമുള്ളവർ പറയുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയെങ്കിലും പരസ്യമായി പിന്തുണയ്ക്കുവാൻ വേണ്ടപ്പെട്ടവരാരും മുന്നിലെത്തിയില്ലെന്നും അരുൺ പറയുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിധി വിട്ടപ്പോൾ വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചു. പാസ്പോർട്ട് പുതുക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ചുവെങ്കിലും കേസിൽ പേരിൽ നിരാകരിക്കപ്പെട്ടു. താനില്ലാതെ അമ്മയ്ക്കും കുടുംബത്തിനും മുന്നോട്ട് പോകാനാകില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജീവിതം അവസാനിപ്പിക്കുന്നതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലെത്തിച്ച മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു. ചർച്ചകൾക്കൊടുവിൽ വൈകിട്ട് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾ നടന്നത്. ആദരസൂചകമായി കടകമ്പോളങ്ങൾ അടച്ചിടുകയും ചെയ്തു. ഇതിനിടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ശ്രീ ചിത്ര പൂർ ഹോമിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അന്തേവാസികളായ 3 പെൺകുട്ടികൾ അപകടനില തരണം ചെയ്തതായി റിപ്പോർട്ടുകൾ. അമിതമായി ഗുളിക കഴിച്ചായിരുന്നു ഇവരുടെ ആത്മഹത്യാശ്രമം. 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാളെ SAT ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത്.
ഇവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ചില അന്തേവാസികൾ പരിഹസിച്ചുവെന്നും ഇതിനെ തുടർന്നുണ്ടായ വിഷമമാണ് ആത്മഹത്യാശ്രമത്തിന് കാരണമെന്നുമാണ് പെൺകുട്ടികൾ പറയുന്നത്. ശ്രദ്ധിക്കുക, ആത്മഹത്യാ പ്രവണത ഉള്ളവരിൽ കണ്ടുവരുന്ന മാനസിക പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം വിഷാദരോഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് ആത്മഹത്യ ചെയ്യാനിടയുള്ളവരെ കണ്ടെത്തുവാനുള്ള ആദ്യപടിയായി കാണണം. ഇതിനായി വിഷാദരോഗത്തിന്റെ വിവിധങ്ങളായ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ അറിയേണ്ടതുണ്ട്. ലഘുവായ വിഷാദരോഗം മുതൽ ഗുരുതരാവസ്ഥയിലുള്ള പലതരത്തിലുള്ള രോഗലക്ഷണങ്ങൾ വരെയുണ്ട്. എപ്പോഴും വിഷാദം, ഉത്കണ്ഠ, വിരസത, ദൈനംദിന കാര്യങ്ങളിൽ താല്പര്യക്കുറവ്, അകാരണമായ കടുത്ത ക്ഷീണം എന്നിവയൊക്കെ പ്രധാന രോഗലക്ഷണങ്ങളാണ്. ഇതിനു പുറമെ നിരന്തരമുള്ള ശ്രദ്ധക്കുറവ്, മറവിയുണ്ടെന്ന വേവലാതി, സ്വന്തം കഴിവുകളിൽ ആത്മവിശ്വാസം നഷ്ടമാവുക, അതിന്റെ ഭാഗമായി താൻ ഒന്നിനും കഴിവില്ലാത്ത വ്യക്തിയാണെന്ന് കരുതുക, തീരുമാനങ്ങൾ എടുക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ചെയ്ത കാര്യങ്ങൾ തെറ്റായിപ്പോയെന്നും താൻ മറ്റുള്ളവർക്കൊരു ഭാരമാണെന്നും ഒക്കെ കരുതുക, അവനവന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ നല്ലതൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്ന് വിശ്വസിക്കുക, നിലവിലുള്ള ഈ അവസ്ഥ ഒരിക്കലും മാറില്ല എന്ന് കരുതുക, ഭാവിയിലുള്ള പ്രതീക്ഷകൾ നഷ്ടമായി മരിക്കുകയാണ് നല്ലത് എന്നും ആത്മഹത്യ തന്നെയാണ് രക്ഷപ്പെടുവാനുള്ള മാർഗമെന്നും ഒക്കെ തോന്നുക, ആരെയും സ്നേഹിക്കുവാനോ ഒന്ന് കരയുവാനോ കഴിയുന്നില്ലെന്ന് തോന്നുക, വിഷാദങ്ങളിൽ ഏർപ്പെടാനും ഒന്നും ആസ്വദിക്കാനും സന്തോഷിക്കുവാനും കഴിയാത്ത അവസ്ഥ, ശരീരഭാരം കുറയുക, ഉറക്കക്കുറവോ ഉറക്ക കൂടുതലോ ഉള്ള അവസ്ഥ, പ്രത്യേകിച്ച് പുലർന്നതിന് മുൻപേ ഉണർന്ന് പിന്നീട് ഉറങ്ങുവാൻ കഴിയാത്ത അനുഭവം എന്നിവയൊക്കെ ഈ വിഷാദ രോഗികളിൽ കാണാം. ഈ വിഷാദരോഗം തീവ്രമാകുമ്പോൾ ലക്ഷണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ കാണാറുണ്ട്. ഈ അവസ്ഥയിൽ രോഗിക്ക് തനിക്ക് എന്തോ വലിയ രോഗങ്ങളുണ്ടെന്ന, ശാരീരിക ഭാഗങ്ങൾക്ക് കുഴപ്പമുണ്ടെന്നൊക്കെ, തനിക്ക് എന്തോ മോശമായതൊക്കെ സംഭവിക്കാൻ പോകുന്നുവെന്നൊക്കെയുള്ള അടിസ്ഥാനമില്ലാത്ത സംശയങ്ങളൊക്കെ ഉണ്ടാകും. ഇതോടൊപ്പം താൻ പണ്ട് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് ഇന്ന് അനുഭവിക്കുന്നതെന്നും, മറ്റുള്ളവർ തന്നെപ്പറ്റി മോശമായി സംസാരിക്കുന്നുണ്ടെന്നും, അടുത്ത ആളുകൾ ഇല്ലാത്തപ്പോൾ പോലും തന്നോട് മറ്റാൾക്ക് സംസാരിക്കുന്നതുമായി തോന്നുകയും ഒക്കെ ചെയ്യും. ഇതുപോലെ അശരീരി പോലുള്ള ശബ്ദങ്ങൾ കേൾക്കുക, നീ പോയി ആത്മഹത്യ ചെയ്യുമെന്ന് ആരോ തുടർച്ചയായി ആജ്ഞാപിക്കുന്നത് പോലെ അനുഭവപ്പെടുക, ഇതും വിഷാദരോഗത്തിന്റെയൊക്കെ ഗുരുതരാവസ്ഥയിലുള്ള ലക്ഷണങ്ങളാണ്. മറ്റു പല മാനസിക രോഗങ്ങളിലും രോഗലക്ഷണങ്ങളുടെ അനന്തരഫലമായി ഇത്തരം വിഷാദ രോഗ ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട്. മറ്റൊരു രോഗങ്ങളുടെ ലക്ഷണമായ അകാരണമായ ഭയം, സംശയം എന്നിവയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ചിലർ ആത്മഹത്യയിൽ അഭയം തേടാറുണ്ട്. ആത്മഹത്യ ചെയ്തവരിൽ അധികം പേരും ആത്മഹത്യയെക്കുറിച്ച് തൊട്ടുമുമ്പ് പലതരത്തിലുള്ള സൂചനകളൊക്കെ നൽകിയിട്ടുള്ളതായി പഠനങ്ങളിൽ കണ്ടെത്തുന്നുണ്ട്. ഇവർ സ്വയം ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ മരണത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നത് തന്നെ കൃത്യമായ ഇടപെടലിലൂടെയും ചികിത്സയിലൂടെയും പലരെയും ആത്മഹത്യകളിൽ നിന്ന് രക്ഷിക്കാനാകുന്നു എന്നതിന്റെ തെളിവാണ്. ഈ വിഷാദരോഗ ലക്ഷണങ്ങൾ ഒരു വ്യക്തിക്ക് സ്വയം അനുഭവപ്പെട്ടാൽ ചെയ്യേണ്ടത് അതേക്കുറിച്ച് അടുത്തുള്ള ബന്ധുവിനോടോ സുഹൃത്തിനോടോ സംസാരിക്കുക എന്നതാണ്. മറ്റുള്ളവരിലേക്ക് ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരെ സ്നേഹപൂർവ്വം സംസാരിക്കാൻ അനുവദിക്കുകയും അവർ പറയുന്നത് ശ്രദ്ധിക്കുകയും വേണം. തുടർന്ന് പ്രശ്നപരിഹാരത്തിന് സ്വയം ശ്രമിക്കാതെ വിദഗ്ധനായ ഒരു മാനസിക രോഗ വിദഗ്ധന്റെ സഹായം തേടണം. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സയായി കൗൺസിലിംഗ് മാത്രം മതിയെന്ന് ധരിക്കരുത്. കഴിവുള്ള അല്ലെങ്കിൽ പരിശീലനം ലഭിച്ച കൗൺസിലർ നൽകുന്ന കൗൺസിലിംഗ് പലപ്പോഴും പലർക്കും പല ഘട്ടങ്ങളിലും ഫലപ്രദം തന്നെയാണെങ്കിലും രോഗത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് രോഗിയെ മറ്റു ചികിത്സകൾ തേടുവാൻ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് തന്നെ തേടി വരുന്നത് തീവ്രമായ ആത്മഹത്യാ പ്രവണതയുള്ള വിഷാദ രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ മരുന്നുകൾ, ECT, സൈക്കോ തെറാപ്പി തുടങ്ങിയ അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.